ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ പാലപ്പവും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാവ് ഞാൻ തലേന്ന് വൈകുന്നേരം രാത്രി തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എളുപ്പമാണല്ലോ രാവിലെ അപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ അപ്പമൊക്കെ ചൂടാൻ പോവുകയാണ്. പിന്നെ അതേ കുറച്ച് ഫിഷ് ഉണ്ട് കേട്ടോ. അത് ഉച്ചത്തേക്കാണ്. അത് ഞാൻ തലേന്ന് വൈകിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചതാട്ടോ. അപ്പോൾ ഇനി അത് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെള്ളത്തിലെടുത്ത് ഇട്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ദേ ഇതിലാട്ടോ അപ്പമൊക്കെ ചുട്ടെടുക്കുന്നത്. എൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയാണ്. അപ്പോൾ ഞാൻ ഇതിൽ അപ്പത്തിന് മാവിട്ടിട്ട് ഒന്ന് ജസ്റ്റ് കറക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറച്ച് എഗ്ഗ് ഉണ്ടായിരുന്നു കേട്ടോ. എഗ്ഗ് എന്ന് പറഞ്ഞ കാര്യമായിട്ട് ഉണ്ടായില്ലാന്നേ, 3 എഗ്ഗാണ് ഉണ്ടായുള്ളൂ. അപ്പോൾ അത് എല്ലാവർക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ എഗ്ഗ് പുഴുങ്ങിയെടുത്തിട്ട് ജസ്റ്റ് അത് ഈക്വൽ പോർഷനായിട്ട് കട്ട് ചെയ്ത് സെൻറ്റർ വെച്ച് കട്ട് ചെയ്തിട്ടാണ് ഞാൻ കറി വെക്കണത് കേട്ടോ. ഇന്ന് ഉച്ചത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് വീട് വരെ ഒന്ന് പോണം. എൻ്റെ പേരൻസിനെയൊക്കെ ഒന്ന് കാണണമെന്നേ. അതിനായിട്ട് ഞാൻ വേഗത്തിൽ തന്നെ ജോലികളൊക്കെ തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ ഇതാണ് എൻ്റെ അപ്പം. ഇന്നത്തെ എൻ്റെ അപ്പം നന്നായിട്ട് തന്നെ സോഫ്റ്റും അതുപോലെ തന്നെ മാവ് നന്നായിട്ട് പൊങ്ങിയതുകൊണ്ട് തന്നെ ഇങ്ങനെ അപ്പത്തിൽ ഇങ്ങനെ കുറേ കുഴികളുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിന് മുമ്പ് മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി വയ്ക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്തിട്ടാണ് കലക്കി വെച്ച് അത് മാവ് അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്തുകൊണ്ടാണ് ഇരുന്നത്. ഇപ്പം ഞാനുണ്ടല്ലോ ഒരു വീഡിയോ കണ്ടതിന് ശേഷം കുറച്ച് ദിവസങ്ങളായിട്ട് രാവിലത്തെ തേങ്ങ വെള്ളമല്ലേ, ആ തേങ്ങ വെള്ളം എടുത്ത് വയ്ക്കും. എന്നിട്ട് അതിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ട് ആ മിശ്രിതം എടുത്ത് വെക്കുക. എന്നിട്ട് മാവ് അരയ്ക്കുന്ന ടൈം എപ്പോഴാണ് ആ ടൈമിൽ മാവിൻ്റെ ഒപ്പം ഈ മിശ്രിതം എടുത്ത് അങ്ങോട്ട് ആഡ് ചെയ്യും. അപ്പോൾ പിറ്റേന്ന് നേരം വെളുക്കുന്നുണ്ടല്ലോ മാവ് നന്നായിട്ട് പൊങ്ങും കേട്ടോ. അപ്പോൾ എൻ്റെ അപ്പം ചുട്ടുമ്പോൾ നന്നായിട്ട് കുഴികളൊക്കെ വന്നിട്ടുണ്ടോ. അപ്പോൾ ഞാൻ സാധാരണ ഇതിന് മുമ്പ് ഈസ്റ്റൊക്കെ ചേർത്തായിരുന്നു അപ്പമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് അത്രയും നല്ല സാധനമൊന്നുമല്ല. അത് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് സോഡാപ്പൊടിയും. അപ്പോൾ ഞാനിപ്പോൾ മൊത്തത്തിൽ അത് അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ മാവൊക്കെ പുളിപ്പിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് മൊത്തത്തിൽ തേങ്ങാവെള്ളം കേട്ടോ. അപ്പോൾ എനിക്കൊരു നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അപ്പമൊക്കെ വേഗത്തിൽ തന്നെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാളയൊക്കെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. ചാളയെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ചാളയുടെ ഒന്നും ഒരു ടേസ്റ്റ് ഇപ്പോഴത്തെ ചാളയ്ക്ക് കിട്ടാനില്ലാന്ന് എന്തിന് കൊള്ളാം. എനിക്കിഷ്ടമല്ല കേട്ടോ. ഇവിടെ കുട്ടികൾക്കൊക്കെ ഫ്രൈ ചെയ്ത് കൊടുത്താൽ കഴിക്കും. പിന്നെ ഞാനും കഴിക്കും കേട്ടോ. ഞാൻ കഴിക്കില്ല എന്നല്ല, പക്ഷെ അങ്ങനെയാണ് ഇപ്പോഴത്തെ ചാളകൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കിട്ടുന്ന ചാളകളുടെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടാറില്ല. പിന്നെന്ത് ചെയ്യാനാ, കിട്ടിയതുകൊണ്ട് ഞാനങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ അത് കുറച്ച് കറി വെക്കാനും കുറച്ച് ഫ്രൈ ചെയ്യാനായിട്ടാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ളതിൽ ഞാനിങ്ങനെ വരച്ചിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചാള കറി വയ്ക്കാൻ പോകുന്നത് തേങ്ങയൊക്കെ അരച്ച് ചേർത്താട്ടോ. പച്ചമാങ്ങ ഉണ്ട്, അപ്പോൾ സൂപ്പറാവൂലേ. അപ്പോൾ പച്ചമാങ്ങയൊക്കെ ഇട്ട് നല്ല നാടൻ രീതിയിലാണ് ഇന്ന് ചാളക്കറി വയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇത് ടൈം ഉണ്ടല്ലോ, ഒരു 7:30 8 മണിയൊക്കെ ആയിട്ടുണ്ട്. മോക്കാണെങ്കിൽ രാവിലെ മദ്രസ ഉണ്ട് കേട്ടോ. മദ്രസയിൽ പോയേക്കാണ് മോള്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അവിടെ കിടന്ന് ഉറങ്ങാണ്. അവരെ ഉറക്കത്തിൽ നിന്ന് എണീച്ച് വരുമ്പോഴത്തേക്കും ഒരു സമയമാവും. പിന്നെ രാവിലത്തെ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് ഒക്കെയാണ്. ഒരു 8 8:30 വരെ എൻ്റെ കുക്കിംഗ് പരിപാടികളൊക്കെയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ലഞ്ച് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കുന്നതൊക്കെയാണ്. പിന്നെ ഞാൻ ഇന്ന് ഫിഷ് ഫിഷ് കറി വെക്കാൻ പോകുന്ന കുറച്ച് മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം അത് കത്തി വെച്ചിട്ട് അതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തി ചെത്തി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിലായി ആക്ച്വലി അത് ചെറിയൊരു മാങ്ങയാണ്. ഒരു പീല് ചെയ്യുന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. അത് ഉപയോഗിച്ച് പീൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലി തീരുമല്ലോ. അപ്പോൾ ഈ പീൽ ചെയ്യുന്ന സാധനം ഞാനൊരു 10 വർഷം മുമ്പ് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാട്ടോ. ഇതുവരെ അതിൻ്റെ മൂർച്ചയ്ക്കൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഞാനിവിടെ ക്യാരറ്റ് ആയാലും ബീട്രൂട്ട് അതുപോലെ തന്നെ തൊണ്ട് കളയുന്ന എന്ത് സംഭവം ഉണ്ടെങ്കിലും ഇപ്പോൾ പഴുത്ത മാങ്ങ കൊണ്ടുവന്നാലും ഞാൻ ആ പീൽ ചെയ്യണ സാധനം വെച്ചിട്ടാണ് പീൽ ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ അതേ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഇതേ മോക്കടെ മദ്രസ പഠനമൊക്കെ കഴിഞ്ഞ് ഇതേ മോള് വന്ന് എന്നോട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഉണ്ടാക്കിയതെന്നൊക്കെ ചോദിച്ച് എൻ്റെ പുറകെ എൻ്റെ ചെവി കടിച്ചെടുക്കാനുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല നാടൻ അപ്പവും എഗ്ഗ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മോളെ, ദേ അവിടെ ഇരിക്കണു, പോയി കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ മോൾക്കൊക്കെ ആണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം അതുപോലെ പത്തിരി പിന്നെ കപ്പയൊക്കെ കഴിച്ചോളൂ കേട്ടോ. പക്ഷെ രാവിലെ പുട്ട് അതുപോലെ തന്നെ ഇടിയപ്പം ഇതൊന്നും അവരെ എത്ര അടുപ്പിക്കാൻ നോക്കിയാലും നടക്കൂല. ഒരു ഫൈറ്റ് തന്നെ വേണം. പിന്നെ രാവിലെ നൂഡിൽസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കഴിച്ചോളും. ഈ അടുത്തിടെ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടതാട്ടോ. ഒരു ആങ്കർ സെലിബ്രിറ്റിയോട് ചോദിക്കുകയാണ്, കിച്ചണിൽ കയറാറുണ്ടോ, ഫുഡ് ഉണ്ടാക്കാറുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ സെലിബ്രിറ്റി പറയാണ്,
ഞാൻ ഫുഡ് ഉണ്ടാക്കും. എനിക്ക് ഒരു വീട്ടിൽ 4, 5 പേരുണ്ടെങ്കിൽ അവരോട് ഓരോരുത്തരോട് ഇന്ന് എന്താ ഉണ്ടാക്കണ്ടേ? ഇന്നെന്താണ് വേണ്ടത്? ഇങ്ങനെയൊന്നുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ആൾക്ക് എന്താണോ ഇഷ്ടം, അന്ന് കിച്ചണിൽ കയറുമ്പോൾ എന്താണ് ഇഷ്ടത്തോടു കൂടി ഉണ്ടാക്കുന്നത് അതുണ്ടാക്കും. അതാണ് അന്നത്തെ മെനു. ആവശ്യമുള്ളവർക്ക് കഴിക്കാം, ഇല്ലാത്തവർക്ക് കഴിക്കണ്ട എന്ന് പറഞ്ഞ പോലെയാണ് ട്ടോ ഇപ്പം ഞാനും ഇവിടെ ചെയ്യുന്നത്. ഒരു കണക്കിൽ പറഞ്ഞാൽ അതൊക്കെയാണ് നടക്കുകയുള്ളൂ. നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മളെപ്പോഴും ഇങ്ങനെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകളൊക്കെ ആകുമ്പോൾ എപ്പോഴും വീട്ടിലെ പണി, ക്ലീനിങ്, ഫുഡ് ഉണ്ടാക്കൽ, കുട്ടികളുടെ കാര്യം, ഹസ്ബൻഡിൻ്റെ കാര്യം എല്ലാം കൂടി ചെയ്തിട്ട് നമുക്ക് നമ്മളെ നമ്മളുടേതായിട്ടുള്ളൊരു ടൈം കിട്ടാറില്ല. അത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ടൈം ഇങ്ങനെ മാറ്റി വയ്ക്കുന്നത് കൊണ്ടാണ്. എല്ലാവരും ഇങ്ങനെ സഹകരിച്ച് ചെയ്തു പോകുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ കൊണ്ടുപോകാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫിഷ് കറി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. മാങ്ങയൊക്കെ ഇട്ടിട്ടോ. പിന്നെ മാങ്ങ ഇട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ 2 കുടപ്പുളിയും കൂടി ചേർക്കാറുണ്ട് കേട്ടോ. പിന്നെ അതേ മോള് മദ്രസയൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. മദ്രസ വിട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഈ ബാഗാണെങ്കിലും മദ്രസയിൽ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സാണെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇടും കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ടാണ് അതൊക്കെ ഓരോ സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ പിള്ളേരാണല്ലോ, സ്കൂളൊക്കെ വിട്ട് വന്നാലും ഇവർ യൂണിഫോം നടക്കണ വാതൊക്കെ അതുപോലെ എനിക്ക് ഡ്രസ്സ് വരെ കയറി വന്നെ സിറ്റ് ഔട്ടിൽ വരെ ഊരിയിടും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ അതൊക്കെ എടുത്ത് വച്ച് കൊടുത്ത് സെറ്റാക്കിയതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടികളിലേക്ക് കിടക്കുന്നത്. പിന്നെ പിള്ളേർക്ക് ചായയൊക്കെ കൊടുത്തു, ഹസ്ബൻഡും ചായ കുടിച്ചു, ഞാൻ ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഞാൻ. എപ്പോഴും ഫുഡ് കഴിക്കുന്നത് ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നാട്ടോ കഴിക്കുന്നത്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ. രാത്രി ശക്തമായിട്ട് മഴ പെയ്യുന്നുണ്ട്, പിന്നെ രാവിലെ ചെറുതായിട്ടൊക്കെ മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചൂടിൻ്റെയൊക്കെ ഒരു കാഠിന്യമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം റെയിനി സീസണൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി പടപടാന്ന് മഴയായിരിക്കും അങ്ങോട്ട് അല്ലേ. ഇനി കുറച്ച് സ്കിൻ കെയർ ഒക്കെ ആവാം. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാണ്. സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെയുള്ള ടൈമാണ് കേട്ടോ പിന്നെയുള്ള ഒരു ടൈം എന്ന് പറയുന്നത്. ഞാൻ ഈ ജോലിക്കിടയിൽ തന്നെയാണ് ഞാൻ എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് ഞാൻ അതിനായിട്ട് സെപ്പറേറ്റ് ടൈമൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഹെയർ കെയർ കൊടുത്തതിന് ശേഷം ഞാനൊന്ന് ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഹെയർ കെയർ കൊടുത്തെന്ന് പറഞ്ഞ് ഞാനവിടെ അതിൻ്റെ കുറച്ച് ടൈമൊന്നും അവിടെ കളയുന്നില്ല. ഞാൻ അടുത്ത പണി നോക്കുകയാണ്. ഇനി ഈ ഫ്രൈ ചെയ്ത് വച്ചിട്ട് വേണം അടുത്തത് സ്കിൻ കെയറിലേക്ക് പോകാനായിട്ട്. അപ്പോൾ കുനുകുനാന്നുള്ള ചാളയാണ് കേട്ടോ. ഇത് നമ്മൾ വയ്ക്കും പോലെയല്ല, ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഇതിലും വലിപ്പം കുറഞ്ഞിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രൈ പാനിൽ ഇതിനെയൊക്കെ വട്ടത്തിൽ കുഴി കുത്തിയില്ല, വട്ടത്തിൽ ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചു. നേരെ ഞാൻ പോയിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കുകയാണ്. കാരണം ഇനി വീടൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യാറുണ്ട്. ഇനി ക്ലീനിങ്ങിനുള്ള ടൈമാണ് കേട്ടോ. ഇവിടെ ഞാൻ ആഴ്ചയിലാട്ടോ ബെഡ്ഷീറ്റൊക്കെ മാറുന്നത്. അപ്പോൾ ബെഡ്ഷീറ്റ് മാറുമ്പോൾ നല്ല ഒരു റൂമിനൊക്കെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഇവിടെ എത്ര നേരം ബെഡ്ഷീറ്റ് അറേഞ്ച് ചെയ്ത് വച്ചിട്ടും കാര്യമില്ല. കാരണം പിള്ളേരുള്ള വീട്ടിൽ ഈ ബെഡിലൊക്കെ കയറി കിടന്ന് തുള്ളി മറിഞ്ഞ് പിള്ളേർ ഒരു പരിപമാക്കിയിട്ടു. അതുകൊണ്ട് ഞാൻ എത്ര മാത്രം അറേഞ്ച് ചെയ്ത് വെച്ചാലും അത് മര്യാദക്ക് കിടക്കാറൊന്നുമില്ല. പിന്നെ രാവിലെ ഒരു നേരത്ത് അതങ്ങനെ ചെയ്ത് വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഓരോന്ന് അറേഞ്ച് ചെയ്ത് എടുക്കാൻ കേട്ടോ. ഓരോ മുറിയിലും കയറി ഇറങ്ങി നിരങ്ങി ഓരോന്നും സെറ്റാക്കി വയ്ക്കുകയാണ്. പിന്നെ മുഷിന തുണികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് എടുത്ത് നല്ല തുണികളും എടുത്ത് മടക്കി വയ്ക്കും. മുഷിന തുണികൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പെറുക്കിയെടുത്ത് കൂട്ടിയെടുക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിള്ളേർ കൂടി അടുത്ത ഒരു സ്ഥലത്ത് ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോവുകയാണ്. അപ്പോൾ ഷൂ വലിച്ച് കയറ്റാട്ടോ. അപ്പോൾ വലിച്ച് കയറ്റുമ്പോൾ എന്നോട് പറയുകയാണ്, എൻ്റെ ഷൂ കാലിൽ കയറുന്നില്ല, 1 മാസമായി മേടിച്ചിട്ടുള്ളൂ, എൻ്റെ പുന്നാര ഷൂ ആണ്, എൻ്റെ ഷൂ ചെറുതായി പോയി എന്നൊക്കെ ഇങ്ങനെ പരാതി എന്നോട് പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഷൂ ചെറുതായി പോയതല്ല, മോളുടെ കാല് വലുതായി പോയതാണ്. അപ്പോൾ അതിൻ്റെ പ്രയാസത്തിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പം പിന്നെ ഞാൻ ലേസൊക്കെ ഒന്ന് ലൂസാക്കി കൊടുത്തിട്ട് കാലൊക്കെ കയറ്റി അങ്ങനെ പോയി. പിന്നെ ഞാൻ നേരെ വന്നിട്ട് കുറച്ച് ഇനി കുറച്ച് സ്കിൻ കെയർ ആവാലോ എന്നൊക്കെ കരുതി കുറച്ച് സ്കിൻ കെയർ ചെയ്യാണ്. അപ്പം ഞാൻ ഇതിനായിട്ട് ഒരു ചെറിയ ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് മിൽട്ടാണി മുട്ടി, പിന്നെ മഞ്ചിഷ്ടയുടെ പൊടി, പാല്, മഞ്ഞൾ, കുറച്ച് കാപ്പിപ്പൊടി ചേർത്തിട്ടുള്ള ഒരു മിക്സാണ് കേട്ടോ. അത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഞാൻ ഫേസിലിങ്ങനെ വയ്ക്കും. അപ്പോൾ അത് ഞാൻ ഫേസിലിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ അതിൽ കുറച്ച് ഓറഞ്ചിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഓറഞ്ചിൻ്റെ പൊടി എന്ന് പറഞ്ഞാൽ ഓറഞ്ച് മേടിക്കുമ്പോൾ അതിൻ്റെ തൊലിയില്ലേ, ആ തൊലി ഞാൻ കളയാറില്ല. അത് ഞാനിവിടെ ശേഖരിച്ച് ഉണക്കി പൊടിച്ച് വയ്ക്കും.
എന്നിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോൾ ആവശ്യാനുസരണം ആ പൊടി എടുത്ത് അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഈ ഓറഞ്ചിൻ്റെ പൊടി ഉണ്ടല്ലോ നമ്മുടെ ഫേസിലുണ്ടാകുന്ന കുരു, അതുപോലെ തന്നെ അതിൻ്റെ കുരു മൂലം ഉണ്ടാകുന്ന പാടുകളൊക്കെ മാറാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ സ്കിൻ കെയർ ചെയ്താലും ഞാൻ 10-15 മിനിറ്റ് ഞാൻ അവിടെ വെറുതെ ഇരുന്ന് ടൈം കളയാറില്ല. ഞാൻ ഫേസിൽ അത് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ക്ലീനിങ് ഒക്കെ ചെയ്യണേ കേട്ടോ. അപ്പോൾ ഞാൻ ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. എനിക്ക് കിച്ചൺ എപ്പോഴും നീറ്റായിട്ടിരിക്കണം കേട്ടോ. അപ്പം നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതായത് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കിച്ചണിൻ്റെ വിൻഡോയൊക്കെ അല്ലേ, അതൊക്കെ അങ്ങോട്ട് ഓപ്പൺ ചെയ്തിടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഓപ്പൺ ചെയ്ത് ഇടുന്നത് കൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള എയറൊക്കെ വീടിൻ്റെ അകത്തേക്ക് പാസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പോസിറ്റീവായിട്ടിരിക്കാനും നമുക്കൊരു എന്താ ഒരു സമാധാനമാണ് കേട്ടോ. നമുക്കങ്ങനെ വിൻഡോയൊക്കെ തുറന്നിട്ട് ആ തണുത്ത ഒരു ഫ്രഷ് എയർ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറുമ്പോൾ. പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ കിച്ചണിൽ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. കൂടുതലും ഞാൻ വാട്ടർ പ്ലാന്റ്സ് ആണ് വീടിൻ്റെ അകത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. അതാകുമ്പോൾ കുറച്ച് കെയർ കൊടുത്താൽ മതിയല്ലോ. പിന്നെ ഞാൻ വിൻഡോയുടെയൊക്കെ പോർഷനിൽ, അതായത് വിൻഡോ ഉള്ള ഭാഗങ്ങളിൽ ചേർത്ത് ഞാൻ ചെറിയ പ്ലാന്റ്സൊക്കെ പോട്ടിൽ വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് വിൻഡോ ഓപ്പൺ ആക്കി ഇടുമ്പോൾ നമുക്ക് സൺലൈറ്റൊക്കെ ഡയറക്റ്റ് ഇങ്ങനെ കിട്ടും. അതുകൊണ്ടാണ് വിൻഡോ സൈഡിൽ ഞാൻ അങ്ങനെ വെക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും നീറ്റായിട്ട് കൗണ്ടർ ടോപ്പൊക്കെ നീറ്റായിട്ട് ക്ലീൻ ആക്കി വയ്ക്കുക. ഓരോ സാധനങ്ങളൊക്കെ, അതായത് കിച്ചണിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് അതായത് ഷെൽഫുകളിലൊക്കെ വയ്ക്കാം. കൗണ്ടർ ടോപ്പിലാണെങ്കിലും ആവശ്യത്തിന് മാത്രമുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് വയ്ക്കുക. ബാക്കിയുള്ളതൊക്കെ ഷെൽഫിൻ്റെ അകത്ത് കയറ്റി വയ്ക്കുക. ഇതൊക്കെ തന്നെയാണ് കിച്ചൺ എപ്പോഴും വൃത്തിയായിട്ട് ഇരിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറയണേ കേട്ടോ. ഇവിടെ ഈ കിച്ചണിൽ ഞാൻ കുക്കിങ്ങിൻ്റെ ഒരു പരിപാടികളൊന്നുമില്ല. എന്നാലും നമുക്കിവിടെ ക്ലീൻ ചെയ്യാനുണ്ടാവും കേട്ടോ. ഒത്തിരി നേരം ക്ലീൻ ചെയ്യാനുണ്ടാവും. കുറേ ഇതുണ്ട്, കൗണ്ടർ ടോപ്പ് കുറേ പോർഷൻ ഉണ്ട് ക്ലീൻ ചെയ്യാനായിട്ട്. കാരണം പിള്ളേരാണെങ്കിലും ഞാനാണെങ്കിലും ഫുഡൊക്കെ കഴിക്കുന്നത് ഇവിടെയാണ്. പിന്നെ പിള്ളേരുടെ സ്കൂളിലെ ആക്ടിവിറ്റീസ്, പിള്ളേർ പഠിക്കുന്നതൊക്കെ ഇവിടെയാണ്. ഇപ്പോൾ സ്കൂൾ തുറന്നിട്ടില്ല, എന്നാലും പിള്ളേരുടെ കൊച്ചു കൊച്ചു ആക്ടിവിറ്റീസുകളൊക്കെ ഇവിടെ വന്നിരുന്നാട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മുഷിഞ്ഞ് എപ്പോഴും ഇങ്ങനെ കിടക്കും. അപ്പോൾ നമ്മളത് വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ക്ലീനാക്കി ഇട്ടാലാണ് അത് നല്ല നീറ്റായിട്ട് കിടക്കുകയുള്ളൂ. പിന്നെ ഞാൻ ഇവിടെയാട്ടോ എപ്പോഴും കിച്ചണിൽ വർക്ക്, അതായത് കുക്കിംഗ് പരിപാടികൾ മൊത്തം ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കിച്ചണാട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പരിമിതികളൊക്കെ ഉണ്ട് കേട്ടോ, പ്രത്യേകിച്ച് വീഡിയോ എടുക്കുമ്പോഴൊക്കെ. പിന്നെ ഞാൻ നേരെ വന്നിട്ട് ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി ക്ലീൻ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ അടിച്ച് വാരാനായിട്ട് ആദ്യം തന്നെ സിറ്റ് ഔട്ടായിട്ട് അടിച്ച് വാരുന്നത്. ഇവിടെ കുറച്ച് പോർഷനൊക്കെ അടിക്കാനുണ്ട്, ഇവിടെ കാർ പോർച്ച് അടിക്കാനുണ്ട്, ഫ്രണ്ടിൽ മുറ്റമുണ്ട്. എപ്പോഴും ഇങ്ങനെ പൊടിയൊക്കെ എടുക്കും. ഇവിടെ ഈ ജോയിൻ്റ് ആയിട്ടുള്ള സ്റ്റോണാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ, പൊടിയൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നത് ആ ജോയിൻസിലായിരിക്കും. പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി, അത് നല്ല നീറ്റായിട്ട് അടിച്ചാലാണ് ആ ജോയിൻറ്റിൽ നിന്നൊക്കെ പൊടിയൊക്കെ പോവുകയുള്ളൂ. പിന്നെ ഞാൻ നേരെ വന്നിട്ട് പെരയൊക്കെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇവിടെ ബെഡ്റൂമിൽ നിന്നും ലിവിങ് ഏരിയയിലെ പൊടികളൊക്കെ നേരിട്ട് അടിച്ചു കൊണ്ടുവന്ന് ഈ ഹോളിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഹോളിൽ കൊണ്ടുവരുമ്പോൾ ഞാൻ വിചാരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് കൂട്ടി വെച്ച് വാരി എടുത്താൽ പോരെയെന്ന്. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഞാൻ ഓർക്കും നേരെ കിച്ചണിലേക്ക് അടിച്ച് കൂട്ടി കൊണ്ടുപോകാമെന്ന്. അങ്ങനെ ഞാൻ നേരെ കിച്ചണിലേക്ക് കൊണ്ടുപോയിട്ട് കിച്ചണിലിട്ടാട്ടോ കൂട്ടി വെച്ചിട്ട് വാരി എടുക്കുന്നത്. എന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നതാണ് എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ. പക്ഷെ എന്നാലും നമ്മൾ ഒരു വ്ളോഗ്, അതായത് നമ്മുടെ ഡേ മൈ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ പിന്നെ ഇതൊക്കെ തന്നെയാണ്, അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിന്നൊക്കെ ഇങ്ങനെ വാരി വാരി അടിച്ചടിച്ച് തൂത്ത് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ വേറെ ഇതിൻ്റെ അകത്ത് വാതപ്പടി ഒന്നുമില്ല കേട്ടോ. വാതപ്പടി വരുന്ന ഭാഗത്ത് വരുമ്പോഴാണ് നമുക്ക് അടിച്ചുവാരിയുടെ ആവശ്യം വരാറ്. അപ്പോൾ പിന്നെ നമ്മൾ അടിച്ചടിച്ച് പിന്നെ വാതപ്പടി, അത് പണ്ട് തുടങ്ങി എങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഈ അടിച്ചുവാരി യൂസ് ചെയ്യുന്നത് ഈ വാതപ്പടി, പണ്ടത്തെ വീടുകൾക്കൊക്കെ വാതപ്പടി ഉണ്ടാവും. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വാരിയെടുക്കും. പിന്നെ അതേ ഞാൻ അടിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വരാം. അപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഉണ്ടല്ലോ അവിടെ വാപ്പായും ഉമ്മായും കൂടിയൊക്കെ മീൻ പിടിക്കുകയാണ്. ഞാൻ പണ്ട് എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കുളമുണ്ട്, കുളത്തിൽ നിറച്ച് മീനാണ് കേട്ടോ. മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാലാണ്. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ മേടിച്ച് കൊണ്ടുവന്ന് ഇട്ടതാട്ടോ. അപ്പോൾ അതേ ഇന്ന് അതിനെ പിടിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിറച്ച് പുല്ലും കാടും ഒക്കെയാട്ടോ. പാമ്പ് വന്നാലും പാമ്പിനെ കയറി ചവിട്ടിയാലും അറിയില്ല, അത്രയ്ക്കും കാടൊക്കെയാണ്. പാടാണ് കേട്ടോ. പണ്ട് ഇത് നെൽകൃഷിയൊക്കെ വിളഞ്ഞ് നിന്നാടിയിരുന്ന പാടാണ്. ഇവിടെ ദേ വാപ്പായും ഉമ്മായും കുളത്തിലിറങ്ങി മീനൊക്കെ പിടിക്കുകയാണ്. പിന്നെ മീൻ പിടിക്കാനായിട്ട് പുറത്തുനിന്ന് 2 പേരും വന്നിട്ടുണ്ട് കേട്ടോ. മക്കളും കൊച്ചുമക്കളൊക്കെ കരപ്പുറത്ത് നിന്നുകൊണ്ട് അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പരമ്പരാഗത ശൈലിയിൽ തന്നെയാണ് ഇവിടെ മീൻ പിടിക്കുന്നത്. അല്ലാണ്ട് കടലിൽ പോയി സാധാരണ മീൻ പിടിക്കുന്നത് പോലെ വലയിട്ടാൽ മീനെയൊന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ മോട്ടർ ഉപയോഗിച്ച് വെള്ളമൊക്കെ പറ്റിച്ചെടുത്തു. പിന്നെ വെള്ളം പറ്റിച്ചതിന് ശേഷം കാണുന്ന മീനൊക്കെ ഇങ്ങനെ പെറുക്കിയെടുക്കും. അങ്ങനെയാണ്
ഇവിടുത്തെ ശൈലി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.